ഫൈനലി ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും നടക്കാൻ പോവുകയാണ്. അതായത് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും ഫോർ ദ പ്ലസ് മെമ്പേഴ്സ് ആൻഡ് ദ പ്രൈം മെമ്പേഴ്സ്. എനിവേ നമുക്ക് ഡീൽസ് എല്ലാം സംസാരിക്കാം. അതായത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഡീൽസ് ഇൻ എവറി പ്രൈസ് സെഗ്മെന്റ്സ്. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഫ്ലിപ്കാർട്ടിൽ നമുക്ക് HDFC കാർഡിന്റെ എക്സ്ട്രാ ഓഫറാണ് കിട്ടുന്നത്. ആമസോണിൽ നമുക്ക് SBI കാർഡിന്റെ ഓഫറാണ് കിട്ടുന്നത്. പിന്നെ ആരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു ഫോണിന്റെ പ്രൈസിന്റെ കൂടെ സ്റ്റാറോടെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു HDFC കാർഡോ അല്ലെങ്കിൽ ആമസോണിൽ SBIയുടെ കാർഡോ യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടുമെന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ ഒരിക്കലും ആ ഒരു സ്റ്റാറില്ലാത്തുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് സാധനം റെഗുലർ ആയിട്ട് മേടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ബാങ്ക് കാർഡ് യൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈം അല്ലെ പ്ലസ് മെമ്പേഴ്സ് ഇപ്പൊ കുറെ പേർക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ സത്യം എന്ന് പറയുന്നത് 12 മണിക്ക് ശേഷം, അതായത് ഇന്ന് 12 മണിക്ക് ശേഷം തുടങ്ങുന്നവർക്കായിരിക്കും എല്ലാ എക്സ്ക്ലൂസീവ് ഡീൽസും കിട്ടുന്നത്. പ്രൈം മെമ്പേഴ്സും പ്ലസ് മെമ്പേഴ്സും ആയിക്കോട്ടെ. പക്ഷേ അതിനുശേഷം നാളെ കഴിഞ്ഞ് ഇവർ ഒഫീഷ്യലായിട്ട് തുടങ്ങാൻ പോകുന്ന ഈ ഒരു സെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വലിയ രീതിയിലൊന്നും കാണത്തില്ല. കാരണം ഓൾറെഡി ഉള്ള എല്ലാം നാളെ തന്നെ തീരും. അത് വേറെ സാധനം. അത് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇതിനകത്ത്. അതായത് പ്രൈമും പ്ലസ് മെമ്പേഴ്സിനും ആണ് മെയിൻ ആയിട്ടുള്ള എല്ലാ എക്സ്ക്ലൂസീവ് ഡീൽസും കിട്ടുന്നത്. അതൊരു സാഡ് റിയാലിറ്റിയാണ്. എനിവേ, അപ്പൊ നമുക്ക് നേരെ ഡീൽസിലേക്ക് പോയേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് 10K അതായത് 10,000 രൂപയുടെ താഴെയുള്ള ബെസ്റ്റ് ഫോൺസ് നോക്കാം. സോ 10,000 രൂപയുടെ താഴെ നമുക്ക് പോക്കോ M6 പ്ലസ് ഉണ്ട്. അതായത് 10,499. അതായത് പോക്കോ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ഫോണാണ്. പിന്നെ നമുക്ക് മോട്ടോ G45 ഉണ്ട്. എന്റെ പേഴ്സണൽ റെക്കമെൻഡഡ് ഒരു ഫോണാണ്. HD+ ഡിസ്പ്ലേ ആണ്. പക്ഷേ 10,000 രൂപയ്ക്ക് കിട്ടും. കുറച്ചുകൂടെ കുറഞ്ഞ 9,500 നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ചേർത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ള നമ്മുടെ iQന്റെ Z9 ലൈറ്റ് ആണ്. ഈ ഒരു ഫോൺ നമുക്ക് 9,499 രൂപയാണ് ഓഫർ പ്രൈസ്. 10,500 ആയിരിക്കും റെഗുലർ പ്രൈസ്. എനിവേ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടും. അതേപോലെ തന്നെ ഞാൻ പറയുന്ന എല്ലാ ഫോൺസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചാനലിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്തായിട്ട് നമുക്ക് അണ്ടർ 15,000 ഫോൺസ് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് റിയൽമിയുടെ നാർസോ 70 ടർബോ എന്ന ഫോണാണ്. നമ്മൾ ഓൾറെഡി അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്ത ഫോണാണ്. എന്തായാലും ചെക്കൗട്ട്. ഈ ഒരു ഫോൺ നമുക്ക് 14,999 കിട്ടും. അതായത് ഓഫർ ബാങ്ക് ഓഫറോട് ചേർത്ത് 14,999 നിങ്ങൾക്ക് ഇത് കിട്ടും ആമസോണിൽ SBIയുടെ കാർഡ് യൂസ് ചെയ്ത്. റിയൽമി നാർസോ 70 പ്രോയും നിങ്ങൾക്ക് ഈ ഒരു സിമിലർ 15,000 കിട്ടും. ടർബോ ആയിരിക്കും പ്രിഫേർഡ് പുതിയ ഫോൺ എന്ന രീതിയിൽ. പിന്നെ ഉള്ള ഒരു 1000 രൂപ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ 15,999 നമുക്ക് G85 കിട്ടും. സോ കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു ഫോണും കർവ്ഡ് ഡിസ്പ്ലേയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15,999 മോട്ടോ എടുക്കാം. അതായത് ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് കാർഡോട് ചേർത്താൽ നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെയുള്ള CMF 1 ആണ്. 12,999 ആയിരിക്കും ഓഫർ പ്രൈസ് ബാങ്ക് ഈ പറഞ്ഞ ഡിസ്കൗണ്ടോട് ചേർത്ത്. ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഫോൺ നോക്കണമെന്നുണ്ട്. അണ്ടർ 15,000 ഏറ്റവും ക്ലീൻ സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. മോട്ടോയിലും ക്ലീൻ ആണ്. പക്ഷേ ബാക്കിയൊക്കെ ഇച്ചിരി ശോകമാണ്. കുഴപ്പമില്ല. പക്ഷേ സോഫ്റ്റ്വെയറിന് ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത് ബാക്കിയെല്ലാം ഒരു ഡീസന്റ് ഗുഡ് ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വേറെ അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇത് ഇറക്കിയ പ്രൈസിൽ കോമ്പറ്റീഷൻ വെച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക റിവ്യൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ എല്ലാ ഡീൽസും ഒന്നും പറഞ്ഞില്ല. അതായത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയാൽ എന്റെ പിക്ക് ആയിട്ടുള്ള കുറച്ച് പേഴ്സണൽ പിക്ക് ആയിട്ടുള്ള കുറച്ചേ പറയുന്നുള്ളൂ. എല്ലാം ചവർ പോലെ പറയേണ്ട കാര്യമില്ല. കാരണം കുറെ ഈ പറഞ്ഞ ഉഡായിപ്പ് ഫോൺസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടുണ്ട് ഓഫ്ലൈൻ സെൻട്രിക് ഒക്കെ സാധനം. അതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്താ പറയുന്നത്. അപ്പൊ ഇനിയുള്ള അണ്ടർ 20,000 മികച്ച ഫോൺസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള എപ്പോഴും iQ Z9 ആണ്. iQ Z9 നമുക്ക് 15,999. അതായത് അത്യാവശ്യം കിടിലൻ ഡീൽ ആണ്. 15,999 എന്ന ഓഫർ പ്രൈസ് SBIയുടെ കാർഡോട് യൂസ് ചെയ്ത് കിട്ടും. 15,999 ദിസ് ഇസ് ദ ബെസ്റ്റ്. സോ അണ്ടർ 20,000 ഇതായിരിക്കും ബെസ്റ്റ്. പിന്നെയുള്ള നമുക്ക് റിയൽമിയുടെ P2 Pro ആണ്. 7S Gen 2 ചിപ്സെറ്റ് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഫൈൻ ഫോൺ ആണ്. പക്ഷെ അതിനേലും കുറച്ചുകൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മോട്ടോയുടെ Edge 50 ഫ്യൂഷൻ. അതും 19,999. അതായത് HDFC കാർഡോട് ചേർത്ത് 20,000 കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ഫോണാണ്. കർവ്ഡ് ഡിസ്പ്ലേ, ക്യാമറ അടിപൊളി, അത്യാവശ്യം നല്ല പെർഫോമൻസ്, സോഫ്റ്റ്വെയർ അടിപൊളി. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ റിവ്യൂ ഇട്ടുകൊണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് iQ Z9S ആണ്. ഈ ഒരു ഫോൺ നമുക്ക് 17,499 കിട്ടും. ഇതും അത്യാവശ്യം നല്ലൊരു ഡീലാണ്. 7300 എന്ന ചിപ്സെറ്റ് ഒക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു iQന്റെ ഫോണാണ്. വിത്ത് സോണിയുടെ സെൻസറും ഉണ്ട്. സോ ക്യാമറ അത്യാവശ്യം നല്ലതാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ സാംസങ് ഫാൻസിന്റെ M55s ഉണ്ട്. കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത് എനിക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 1 ചിപ്സെറ്റ് ഒക്കെ വെച്ച് ഉള്ള ഫോണാണെന്ന് തോന്നുന്നു. 17,999 ആണ് പ്രൈസ്. സ്നാപ്ഡ്രാഗൺ എന്ന രീതിയിൽ അത് ചെക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അതേപോലെ തന്നെ സാംസങ്ങിന്റെ M35 ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. അത് 13,749 കിട്ടും. നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത ഫോണാണ്. എക്സിനോസിന്റെ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ വലിയ രീതിയിൽ ഫേസ് ചെയ്യാത്ത ഒരു ഫോണാണ് അത്. അതായത് ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല. ആകെ ഒരു ബൾക്കി പിന്നെ ഇച്ചിരി വെയിറ്റ് കൂടിയ ഫോൺ. ആ ഒരു നെഗറ്റീവ്സ് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. അതായത് പറയത്തക്ക നെഗറ്റീവ്സ് അതിന് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. M35 ആണ്. പിന്നെ ഉള്ളത് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ 20,000 ഓഫറിൽ മേടിക്കാൻ പറ്റിയ പോക്കോ X6 Pro ആണ്. കാരണം ഇതിനകത്തുള്ള Dimensity 8300 അടിപൊളി ചിപ്സെറ്റ് ആണ് ഫോർ ഗെയിമിംഗ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചിപ്സെറ്റ്. അത്രയും
സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിമിംഗ് നിങ്ങൾക്ക് കിട്ടും. 18,999 ഈ ഒരു ഫോൺ ഓഫർ പ്രൈസ് HDFC കാർഡോട് ചേർത്ത് നിങ്ങൾക്ക് കിട്ടും. സോ ഗെയിമേഴ്സ് ഈ ഒരു ഫോൺ നോക്കുക, വേറെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റേഞ്ചിൽ ഇത്രയും പവർ ഉള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. അടുത്തായിട്ട് നമ്മുടെ ബഡ്ജറ്റ് കുറച്ചുകൂടി കൂട്ടുകയാണ് 25,000. 25,000 ഫസ്റ്റ് പറയാനുള്ളത് ഈ ഒരു BBD സെയിലിനെ അത്യാവശ്യം വൺ ഓഫ് ദ ഒരു കണ്ണു തള്ളിപ്പിക്കുന്ന ഒരു ഡീലുകളിൽ ഒന്നാണ് പോക്കോ F6. പോക്കോ F6ന്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,999. പോക്കോ F1ന്റെ പ്രൈസിലേക്ക് വരികയാണ്. എന്തായാലും HDFC ഡിസ്കൗണ്ടോട് ചേർത്താണ് 22,000 വരുന്നത്. 22,000 ഇതിനേലും മികച്ച ചിപ്സെറ്റ് നിങ്ങൾക്ക് കിട്ടാനില്ല. കാരണം നമുക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3 കിട്ടുന്നുണ്ട്. അതായത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. 22 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ X6 Pro മേടിക്കണം, നേരെ F6 മേടിച്ചു. ഇതിനേലും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഈ ഒരു പ്രൈസിലില്ല. 30 വരെ പോയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. 30 എബോ ആണ് പിന്നുള്ള ഓപ്ഷൻസ്. അതേപോലെ ഡീസന്റ് ക്യാമറ ലെവലൊക്കെയാണ് ഈ ഒരു ഫോൺ. പിന്നെ സോഫ്റ്റ്വെയർ അറിയാലോ, Xiaomi HyperOS. ബാക്കി അങ്ങനെ ബാക്കിയൊക്കെ ഇച്ചിരി ഒരു ഡീസന്റ് ആവറേജ് എന്നേ ഉള്ളൂ. പക്ഷേ പെർഫോമൻസ് ദിസ് ഇസ് ബീസ്റ്റ്. സോ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ഫോണാണ്. അതേപോലെ തന്നെ നല്ല ഒരു ബിൽഡാണ്. എനിക്കൊന്ന് ഗ്ലാസ് ബാക്ക് ഒക്കെ ഉണ്ട്. സോ ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. പിന്നെ ഉള്ളത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡീലോടാണ് Realme GT60. ഈ ഒരു ഫോൺ നമുക്ക് ഓഫർ പ്രൈസിൽ 25,499 കിട്ടും, അതായത് ഡിസ്കൗണ്ടോട് ചേർത്ത്. അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത വേരിയന്റ് 26,999, അതായത് UFS 4.0 ഉള്ള. ഇത് UFS 3.1 ആണ്. രണ്ടിൽ ഏതെടുത്താലും നിങ്ങൾക്ക് വൺ ഓഫ് ദ ഓൾറൗണ്ടർ ഫോൺ കിട്ടും. അതായത് പെർഫോമൻസ് പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. പെർഫോമൻസ് അത്യാവശ്യം നല്ലൊരു ക്യാമറ, വലിയ കുഴപ്പമില്ലാത്ത ഒരു ബിൽഡും, അതായത് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. OnePlus Note 4 ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫോണായിരിക്കും. പിന്നെ സോഫ്റ്റ്വെയർ അറിയാലോ, റിയൽമിയുടെ ആണ് ഇച്ചിരി ഷോക്കാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ ഉള്ള നമ്മുടെ OnePlusന്റെ Nord CE4 ഉണ്ട് 22,000. അത് നമ്മൾ റിവ്യൂ ചെയ്ത ഫോണാണ്. കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വെച്ച് ഉള്ള ഫോണാണ്. പക്ഷേ ഈ ഒരു പ്രൈസിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫോണാണ്. അതായത് സോഫ്റ്റ്വെയർ ഈസ് കുഴപ്പമില്ല, ചെറിയ ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ഫിക്സ് ആയെന്ന് വിശ്വസിക്കാം. ക്യാമറ ഈസ് ഓൾസോ ഒരു എബോ ആവറേജ് ഗുഡ് ലെവൽ ക്യാമറ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ബെസ്റ്റ് എന്നല്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ഒരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് Moto Edge 50 Neo ആണ്. അതായത് കോമ്പാക്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ 22,999 നിങ്ങൾക്ക് ഒരു ഫോൺ കിട്ടും. പെർഫോമൻസ്, കേർവ്ഡ് ഡിസ്പ്ലേ, ക്യാമറ എല്ലാം നൈസാണ്. സോ ബാറ്ററി ബാക്കപ്പ് മാത്രം കുറവാണ്. അത് 4,300 എന്തോ ഉള്ളൂ. അതായത് 1 ഡേ ഒക്കെ കഷ്ടിച്ച് നിൽക്കുകയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള IQ Z9s Pro ആണ്. ആക്ച്വലി ഇത് ഡീൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ 25,000 വൺ ഓഫ് ദ ബെസ്റ്റ് കൺസിഡർ ഓപ്ഷൻ ആണ് ഇത്. കാരണം എല്ലാ സെറ്റപ്പ് ഉണ്ട്, അത്യാവശ്യം എല്ലാം ബാലൻസ്ഡ് പ്രൈസിംഗ് ആണ്. പക്ഷേ ഓഫറിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു SBIയുടെ കാർഡ് യൂസ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഓഫർ കുറയായിരിക്കും. എനിക്ക് 23-22 റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഇതും നോക്കാവുന്ന ഓപ്ഷനാണ്. അടുത്തായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് കാറ്റഗറി അണ്ടർ 30K ആണ്. അണ്ടർ 30K Vivo T3 Ultra അതാണ് ഫസ്റ്റ് പറയുന്നത്. 28,999 Dimensity 9200+ ചിപ്സെറ്റ് ഒക്കെ വെച്ച് കർവ്ഡ് ഡിസ്പ്ലേ, അത്യാവശ്യം ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ചുള്ള ഫോണാണ്. 28,999 കിട്ടും. ലോഞ്ച് പ്രൈസ് 31K ആണ്. സോ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. വിവോയുടെ വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നത്. അല്ലാതെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. OnePlus Nord 4 ഉണ്ട്. ഹൈലി റെക്കമെൻഡ് അല്ല. 25,999 നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. 25,999 ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. സോഫ്റ്റ്വെയർ ഇച്ചിരി ശോകമായെങ്കിൽ പോലും തരക്കേടില്ല. ബാക്കി ക്യാമറ എല്ലാം ഒരു എബോ ആവറേജ് സെറ്റപ്പ് ഒക്കെയാണ്. നോക്കാവുന്ന ഓപ്ഷനാണ്. OnePlus വേണ്ടവർക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് Moto Edge 50 Pro ആണ്. അതും നമുക്ക് 28,000 ഉണ്ട്. സോ അത്യാവശ്യം പ്രീമിയം ഫോണാണ്. IP റേറ്റിംഗും പിന്നെ കർവ്ഡ് ഡിസ്പ്ലേയും പിന്നെ 7 Gen 3 ചിപ്സെറ്റ്, അത്യാവശ്യം നല്ല ക്യാമറ ഒക്കെ ഉള്ള ഒരു ഫോണാണ്. ഇതും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ. വയർലെസ് ചാർജിംഗ് ഒക്കെ ഈ ഒരു ഫോണുണ്ട്. അടുത്തായിട്ടുള്ള ബഡ്ജറ്റ് കാറ്റഗറി 35K ആണ്. സോ 30K ഞാൻ പറയുന്നത് 30K ഉള്ളവർ നിങ്ങൾ പറ്റുമെങ്കിൽ ബഡ്ജറ്റ് ഇച്ചിലൂടെ കൂട്ടി 35 അണ്ടറിലുള്ള ഫോൺസ് നോക്കുക. കാരണം ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ഡീൽസ്. ഫസ്റ്റ് ഉള്ളത് IQ Neo 9 Pro ആണ്. ഈ ഒരു ഫോൺ നമുക്ക് 32,000 കിട്ടുന്നുണ്ട്. SBIയുടെ ബാങ്ക് ഡിസ്കൗണ്ടോട് ചേർത്ത് 31,999 കിട്ടും. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ്. പെർഫോമൻസ്, ക്യാമറ, ഈ സോഫ്റ്റ്വെയർ വലിയ കുഴപ്പമില്ല, എല്ലാം വലിയ കുഴപ്പമില്ലാതെ ഒരു ബാലൻസ് ആയത് അത്യാവശ്യം ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ്. ആകെ ഞാൻ നെഗറ്റീവ് കേട്ട ഇച്ചിരി ഹീറ്റിംഗ് ഉണ്ടെന്നാണ് പുതിയ അപ്ഡേറ്റ്. പഴയ അപ്ഡേറ്റിൽ കുഴപ്പമില്ലായിരുന്നു. സോ ഇതൊരു കൺസിഡർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പിക്ക് ആണ്. അതേപോലെ തന്നെ OnePlus 12R ഉണ്ട്. UFS 3.1 ആണ്. മറ്റേ UFS 4.0 ആണ് IQ. ഇത് 3.1 ആണ്. 35,000 നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. സോ OnePlusന്റെ ഇച്ചിരി പ്രീമിയം ഫോൺ നോക്കുന്നവർക്ക് നോക്കാം. പിന്നെ മദർ ബോർഡ് അടിച്ചു പോകുന്നത് എനിക്കറിയത്തില്ല. 12R നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഓപ്ഷൻ. സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ബെറ്റർ ആണ് IQ-ൽ. ബാക്കിയൊക്കെ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പിന്നെ ഉള്ളതാണ് രണ്ടാമത്തെ BBD സെയിൽ അത്യാവശ്യം കത്തി നിൽക്കുന്ന ഡീൽ, Pixel 8 നമുക്ക് കറക്റ്റ് 31,999 കിട്ടുന്നുണ്ട്. 31,999 32,000 Pixel 8 കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പിക്സൽ ഫോണാണ്. കൺസിഡർ ചെയ്യാം. ടെൻസർ ചിപ്സെറ്റ് ആണ്. ഇച്ചിരി ഹീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. കൂടുതൽ ആധികാരികം എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഞാൻ നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. എന്തായാലും Pixel 8 റിവ്യൂ താല്പര്യമുള്ളവരൊന്ന് കമന്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പം ഇത് നോക്കാവുന്ന ഓപ്ഷനാണ്. പിന്നെ S23 FE ഞാൻ പറയത്തില്ല, കാരണം ഞാൻ കുറെ യൂസേഴ്സിൽ നിന്ന് കേട്ടത് ഹീറ്റിംഗ് ഉണ്ടെന്നാണ്. അതേപോലെ തന്നെ ഹീറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞ യൂസേഴ്സ് ഉണ്ട്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്. പക്ഷെ കുറെ പേര് എന്നോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹീറ്റിംഗ് ഉണ്ട് ബ്രോ, അത്യാവശ്യം പഴുക്കുന്നുണ്ട്, അത് അത്രയ്ക്കും പഴുത്തൊരു ഹീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യമില്ല അത്. പക്ഷെ അല്ലാതെ മീൻസ് ഹീറ്റിംഗ് പ്രശ്നമില്ല, ക്യാമറ ആണ് നിങ്ങളുടെ എല്ലാം എങ്കിൽ പോയി എടുക്കാന്നേ ഞാൻ പറയുള്ളൂ. അടുത്തായിട്ട് നമ്മുടെ ബഡ്ജറ്റ് കാറ്റഗറി കുറച്ചുകൂടെ കൂട്ടിയാണ് അണ്ടർ 40,000 നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സാംസങ് S23, വൺ ഓഫ് ദ ബെസ്റ്റ് ഡീൽ. ബാറ്ററി ബാക്കപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വൺ ഓഫ് ദ ബെസ്റ്റ്
പ്രീമിയം ഫോണാണ്. ബാറ്ററി ബാക്കപ്പ് 6 മണിക്കോ 5 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. 37,999 നിങ്ങൾക്ക് കിട്ടും ഓഫറോടെ ചേർത്ത്. അതായത് 40,000 താഴെ തന്നെ വരും. പിന്നെ ഉള്ളത് നമുക്ക് Xiaomi 14 ഉണ്ട്. ഇത് രണ്ടും കോമ്പാക്ട് ഫോൺസ് ആണ്, അതായത് സൈസ് കുറവാണ്. Xiaomi 14 ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്തില്ല, അത് 50,000 ആണ്, ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ കോമ്പാക്ട് ഫോൺ വേണ്ടവർക്ക് ഉള്ള ഓപ്ഷൻ ആണത്. പിന്നെ ഉള്ളത് നമ്മുടെ iPhone 13 ഉണ്ട് ആമസോണിൽ 37,999, 37,999 ആണ്, 38,000 രൂപ. കുഴപ്പമില്ല, iPhone 13 ഇപ്പോഴും എടുക്കാവുന്നതാണ്, കാരണം അതൊരു സ്റ്റേബിൾ ഫോണാണ്. 12 കഴിഞ്ഞുള്ള എല്ലാം അത്യാവശ്യം നല്ല ഫോൺസ് ആണ്. സോ 13 നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫൈനൽ കാറ്റഗറിയാണ് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി. ഫ്ലാഗ്ഷിപ്പിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് പറയേണ്ടത് iPhone 15, 49,999 അല്ല 47,999 മേ ബി വരാം. ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ ഓഫർ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 47,999 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു 52,000-51,000 റെഗുലർലി കിട്ടും. കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ച് iPhone 15 മേടിക്കാം, ടൈപ്പ് സി ചാർജിങ് ഉണ്ട്. പിന്നെ അല്ല, ബെസ്റ്റ് ഡീലാണ്, നോക്കാവുന്നതാണ്. പിന്നെയുള്ള നമ്മുടെ സാംസങ് S23 അൾട്ര. നിങ്ങൾ S24 പ്ലസും S24 നോക്കണ്ട, 24 അൾട്ര 69,999 കിട്ടും, അതായത് 70,000. സോ അത്ര ഫ്ലാഗ്ഷിപ്പ് നോക്കുന്നവർ S23 അൾട്ര എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം മറ്റേത് 65,000 ആണ് S24 പ്ലസിന്, അതിനേലും ബെറ്റർ നിങ്ങൾ ഈ ഒരു അൾട്ര എടുക്കുന്നത്. പിന്നെയുള്ള OnePlus 12 ആണ്, മദർ ബോർഡ് അടിച്ചു വന്നിരത്തില്ല, 55,999 ഉണ്ട്, നോക്കാവുന്നതാണ്. Pixel 9 കുറച്ച് വില കുറഞ്ഞ് 65,000 വന്നിട്ടുണ്ട്, ചെറിയതായിട്ട് ബാഹുബലി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കുഴപ്പമില്ല, നോക്കാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെയുള്ള iPhone 15 പ്ലസ് നമുക്ക് 59,999, ഇതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആണ്. അതായത് കുറച്ചുകൂടെ കൂടുതൽ ബാറ്ററി വേണം, ഐഫോൺ തന്നെ വേണം, 60,000 ബഡ്ജറ്റ് ഉണ്ട്, കണ്ണുടച്ചെടുക്കാൻ പറ്റിയ ഒരു ഫോണാണ്. 59,999 നല്ലൊരു ഡീലാണ്. ചിലപ്പോൾ അതിലും കുറയായിരിക്കാം, എന്തായാലും അതും നോക്കാവുന്നതാണ്. കാർഡ് ഡിസ്കൗണ്ടോട് ചേർത്തുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഫൈനലി 15 Pro 1,00,000 താഴെ വരികയാണ്. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിവേ 90,000 ഓഫർ കാണിക്കുന്നുണ്ട്, പക്ഷെ 5,000 രൂപ എക്സ്ചേഞ്ച് ഒരു ബോണസ് ആണ്. അപ്പൊ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 90,000 15 Pro ലാഭകരമാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. എനിവേ ഐഫോൺ വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ്. എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 95 രൂപയ്ക്ക് എടുക്കാം, 1,00,000 താഴെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഓഫേഴ്സ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കുറെ ഫോൺസ് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും. നിങ്ങളുടെ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയ കുറെ ഡീൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതുകൂടെ ആഡ് ചെയ്തേക്കാം പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും. എന്തായാലും നിങ്ങളുടെ സജഷൻസ് കൂടെ പറയുക. പിന്നെ ഇത്രയൊക്കെയാണ് എന്റെ പിക്സ്. ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും